പാഡിൽ ഫിക്ചേഴ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു അലോയ് വീൽ പോലെ തോന്നും. സ്പോയിലർ കണ്ടു, ആ ഒരു വൈഡ് ആംഗിളിലായതുകൊണ്ട് ശരിക്കും ഇതിൻ്റെ ആ ഒരു എൻഡ് പോയിന്റ്. Hyundai Exter, one of the most sought Hyundai vehicles in India. Welcome to yet another episode of Velocity. ഇതൊരു മൈക്രോ SUV ആണ്. ഇതിന്റെ ഫസ്റ്റ് ഫേസ് ലിഫ്റ്റ് വെഹിക്കിൾ ആണ് നമ്മൾ ഈ കാണുന്നത്. ഇത് ഫ്രണ്ടിൽ നിന്നും ആ ഒരു അപ്പിയറൻസ് നോക്കിക്കഴിഞ്ഞാൽ വെരി സിമിലർ ടു ദ ന്യൂ ക്രെറ്റ ആൻഡ് ആൽക്കസാർ. ഹൗവർ ആ എക്സ്റ്റർ എന്നുള്ള ആ ബാഡ്ജിങ് തന്നെ വളരെ പ്രോമിനന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു എക്സ്റ്റർ വന്നാൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ എളുപ്പമാണ്. വേറെ ഒരു ക്രെറ്റയാണോ ആൽക്കസാർ ആണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല. പുതിയ എക്സ്റ്ററിന് ഒരുപാട് എലമെന്റ്സ് ആൽക്കസാറിൽ നിന്നും ക്രെറ്റയിൽ നിന്നും കടമെടുത്തിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊരു കുറെ കൂടെ ഒരു SUV സ്റ്റാൻസ് കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി ഈ ഗ്രിൽ, ഈ എയർ ഇൻടേക്ക് ക്രെറ്റയുടെയും ആൽക്കസാറിനും സിമിലർ ആയിട്ടുള്ളതാണ്. അതേപോലെ ഫോഗ് ലാമ്പ് പൊസിഷൻ ആയാലും ഹെഡ് ലാമ്പ്സ് ആയാലും ഭയങ്കര ഒരു ബോൾഡ് സ്റ്റാൻസ് ഉണ്ട്. നമ്മൾ ഫേസ് ലിഫ്റ്റ് എന്ന് കേൾക്കുമ്പം ഗ്രില്ല് മാറി ബമ്പർ മാറി കുറച്ച് കോസ്മെറ്റിക് ഡിഫറൻസസ് എക്സ്പെക്ട് ചെയ്യുള്ളൂ. പക്ഷേ ഈ വെഹിക്കിളിന് കംഫർട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഇതിൻ്റെ ഡയമെൻഷൻസിലും ഡിഫറൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഫേസ് ഔട്ട് ചെയ്യുന്ന ആ മോഡലിന് വിഡ്ത്ത് 1710 ആയിരുന്നു. എന്നാൽ ഇത് 1723, വിച്ച് മീൻസ് റിയർ സീറ്റ് കംഫർട്ട് ഒന്നുകൂടെ മികച്ചതായിരിക്കും. അത്രയും സ്പേസ് ഉണ്ട്. ഓവറോൾ ലെങ്ത് നോക്കിക്കഴിഞ്ഞാൽ മുമ്പുണ്ടായിരുന്ന മോഡൽ 3815 mm ആയിരുന്നെങ്കിൽ ഇത് 3830 ആണ്. ഈ ഒരു ലെങ്ത് കൂടുന്നത് വെച്ചുകൊണ്ട് ഡ്രൈവർ ആൻഡ് പാസഞ്ചർ കംഫർട്ട് ഒന്നുകൂടെ ബെറ്റർ ആവും. കാര്യം ലെഗ് റൂം കൂടുമല്ലോ. വാഹനത്തിന്റെ ഹൈറ്റ് നോക്കിയാലും 1631 12 mm ഹൈറ്റ് ആണ് കൂട്ടിയിരിക്കുന്നത് ഈ ഒരു ഫേസ് ലിഫ്റ്റ് മോഡലിന്. 1643 mm ഹൈറ്റ് ആണ്. Hyundai Exter ഒരു പ്രോപ്പർ മൈക്രോ SUV ആണ്. കാരണം നമ്മളത് ഡ്രൈവ് ചെയ്യുമ്പോഴേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. 1200cc നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ്. ഇതിന്റെ പവർ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ 83 PS ആണ്. പക്ഷെ നമ്മളിപ്പോൾ പവർ ഫിഗേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അത് കുറവായിട്ട് തോന്നും. ബട്ട് ദിസ് ഇസ് നോട്ട് എ ടർബോ വെഹിക്കിൾ. നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു ലോ എൻഡ് പവർ ഔട്ട്പുട്ട് നല്ല ഗംഭീരമാണ്. ഇപ്പം നമ്മൾ ഒരു 1300 RPM പോകുന്നത്. വണ്ടി നല്ല സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത്. ഒരു ലാഗോ അങ്ങനെയൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി. അപ്പം ഇതിൻ്റെ ഒരു ഐഡിലിംഗ് RPM 600 ആണ്. പിന്നെ ഇതിപ്പം ഞാൻ 5th ഗിയർ എൻഗേജ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ പോകുന്നത് 1300-1400 RPM. അതുകൊണ്ട് തന്നെ നല്ല ഫ്യൂൽ എഫിഷ്യൻസിയാണ്. കമ്പനി ക്ലെയിം ഫ്യൂൽ എഫിഷ്യൻസി 19.3 ആണെങ്കിലും ഒരുപക്ഷെ നമ്മൾ മര്യാദയ്ക്ക് ഓടിക്കുകയാണെങ്കിൽ അറൗണ്ട് 20 ഒക്കെ കിട്ടുമെന്നാണ് തോന്നുന്നത്. ഈ വാഹനത്തിൻ്റെ വീൽ ബേസ് പറഞ്ഞു കഴിഞ്ഞാൽ 2450 mm ആണ്. ശരിക്കും നമ്മളൊരു SUV നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾമോസ്റ്റ് ക്രെറ്റയുടെ അടുത്ത് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വാഹനമാണ് എക്സ്റ്റർ. 185 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ പുതിയ എക്സ്റ്ററിനുള്ളത്. 391 ലിറ്റർ ബൂട്ട് സ്പേസ് ഉള്ള ഈ വാഹനം ശരിക്കും ഒരു ഫാമിലി കാർ തന്നെയാണ്. അത്യാവശ്യം ഒരു ട്രിപ്പിനൊക്കെ പോകുമ്പം ആവശ്യത്തിനുള്ള ലഗേജ് ഇതിൽ ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതൊരു SUV സെഗ്മെന്റിലുള്ള വാഹനമാണെങ്കിലും ഓടിക്കാൻ വളരെ കംഫർട്ടബിൾ ആണ്. ഇൻ ദ സെൻസ് ഇപ്പോൾ ഒരു ന്യൂ ഡ്രൈവർ അല്ലെങ്കിൽ ലേഡീസ് ഒക്കെ ഓടിക്കാൻ വളരെ കംഫർട്ടബിൾ ആണ്. കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ വിസിബിലിറ്റി തന്നെയാണ്. എൻഡ് ടു എൻഡ് വിസിബിലിറ്റി ഭയങ്കര മാരകമാണ്. നമുക്ക് ടിപ്പ് വരെ വ്യൂ ചെയ്യാൻ പറ്റും. അതിന് ഒരു റീസൺ എന്താണെന്ന് ചോദിച്ചാൽ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. വളരെ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു വാഹനമാണ് ഈ എക്സ്റ്റർ. നമ്മൾ സാധാരണ റിവേഴ്സ് ക്യാമറ എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ സറൗണ്ടിങ്സിൽ എന്താണ് നടക്കുന്നതെന്നുള്ളത് കാണാൻ പറ്റും. പക്ഷേ ഇത് കണ്ടോ, കുറച്ചുകൂടെ ആ ഒരു വൈഡ് ആംഗിളിലായതുകൊണ്ട്
ശരിക്കും ഇതിൻ്റെ ആ ഒരു എൻ പോയിന്റ് വാഹനത്തിൻ്റെ എൻ പോയിന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലൈക്ക് ഇതാണ് നമ്പർ പ്ലേറ്റ്, ബമ്പറിൻ്റെ ബോട്ടം ആ ഒരു പൊസിഷനാണ് കാണാൻ പോകുന്നത്. ഹ്യുണ്ടൈ ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീച്ചർ ലോഡഡ് കാർസ് ആണ് ഹ്യുണ്ടൈ ഇറക്കുന്നത്. അത് നമുക്ക് ഈ എക്സ്റ്ററിലും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് നോട്ട് ജസ്റ്റ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ഇറ്റ് ഈസ് എ മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ. മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേയിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇതിന്റെ ആ ഒരു ആംബിയന്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുകൂടാണ്ട് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, പിന്നെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അതേപോലെ നമുക്ക് ഏത് ഫംഗ്ഷനാണ് ഡിസൈറബിൾ എന്നുള്ളത് ഈ സ്റ്റിയറിംഗിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബട്ടൺ ഉണ്ട്, ഒരു സ്റ്റാർ കൊടുത്തിരിക്കുന്നത്. അത് ഫേവറേറ്റ് ആണ്. ആ ഫേവറേറ്റ് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മെമ്മറിയിൽ സേവ് ആകും. പുതിയ ഹ്യുണ്ടൈ എക്സ്റ്ററിന് 8 കളർ ഓപ്ഷൻസ് ആണ് വരുന്നത്. ഈ ഒരു റേഞ്ചർ ഖാക്കി എന്ന് പറയുന്ന കളറാണ് അതിന്റെ ഒരു സിഗ്നേച്ചർ കളർ. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഗോൾഡൻ ബ്രോൺസ്, ടൈറ്റാനിയം ബ്ലാക്ക് മാറ്റ്, സ്റ്റാറി നൈറ്റ് ബ്ലൂ, ടൈറ്റൻ ഗ്രേ, ടൈറ്റാനിയം ബ്ലാക്ക്, അറ്റ്ലസ് വൈറ്റ്. അതിനു പുറമെ ഒരു ഡ്യുവൽ ടോൺ കളർ ഉണ്ട്, അത് റേഞ്ചർ ഖാക്കി വിത്ത് ബ്ലാക്ക് റൂഫ് ആണ്. ഇതൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള അലോയ് വീലായിട്ട് തോന്നുമെങ്കിലും ഇതൊരു വീൽ ക്യാപ്പ് ആണ്. മാനുവൽ ട്രാൻസ്മിഷന് പുറമെ AMT വേരിയന്റും ഉള്ള എക്സ്റ്ററിന് പാഡിൽ ഷിഫ്റ്റിംഗും പോസിബിൾ ആണ്. പിന്നെ ഏറ്റവും വലിയൊരു ചേഞ്ച് എന്ന് പറയാൻ ഈ ഒരു കോസ്മെറ്റിക് ചേഞ്ച് തന്നെയാണ്. ഈ ഒരു ബ്ലൂയിഷ് ടോൺ കൊടുത്തിരിക്കുന്ന കണ്ടോ ഈ സ്റ്റിയറിംഗ് വീലിനും അത് തന്നെ ഈ ഒരു ഡാഷ്ബോർഡിനും. അപ്പോൾ ഈ ഒരു ബ്ലൂയിഷ് ടോൺ ഭയങ്കര ഒരു അപ്പീലിംഗ് ആയിട്ടാണ് തോന്നുന്നത്. അതോടൊപ്പം തന്നെ ഒരു കാർബൺ ഫൈബർ മെറ്റീരിയൽ പോലത്തെ ഒരു ഫീലിംഗ് തോന്നും. സ്പോയിലർ കണ്ടോ, സ്പോയിലർ ശരിക്കും ഒരു സ്പോർട്ടി ലുക്ക് തോന്നുന്നുണ്ട്. ഇതുപോലത്തെ സ്പോയിലർ വേറെ ഏതെങ്കിലും വണ്ടികൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. റൂഫ് റെയിലിന് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്, ഗ്ലോസി ആയിട്ടുള്ളത്. ഫേസ് ലിഫ്റ്റ് വേർഷനായ ഈ എക്സ്റ്ററിന് കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്കിഡ് പ്ലേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. എക്സ്റ്ററിന്റെ വേരിയൻസ് പറയുമ്പം HX2, HX3, HX4, HX6, HX8, HX10 അങ്ങനെയാണ് വരുന്നത്. ഹവർ HX2 എന്ന് പറയുന്നത് ബേസ് വേരിയന്റ് ആണ്, അതിൽ മ്യൂസിക് സിസ്റ്റം പോലും വരുന്നില്ല. എന്നാൽ HX3 എന്ന് പറയുന്ന വേരിയന്റിലാണ് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നതും മ്യൂസിക് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നതും. നമ്മൾ നേരത്തെയൊക്കെ ഇപ്പോൾ ഒരു മുമ്പ് ഉണ്ടായിരുന്ന ക്രെറ്റയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബേസ് വേരിയന്റ് എടുത്തു കഴിഞ്ഞാൽ മ്യൂസിക് സിസ്റ്റം പോലും ഇല്ല, വളരെ പ്ലെയിൻ ആയിട്ട് നമുക്ക് ഇന്റീരിയറൊക്കെ തോന്നുമായിരുന്നു. അപ്പം പക്ഷേ നമ്മൾ അടുത്ത ഒരു വേരിയന്റിലേക്ക് പോകണമെങ്കിൽ 80,000 അല്ലെങ്കിൽ 1 lakh പ്ലസും ഒക്കെ കൊടുക്കണം. അത്രയും കൊടുത്ത് അതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ ഫീച്ചേഴ്സും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അത്രയും ചിലപ്പോൾ ഒരു മ്യൂസിക് സിസ്റ്റം ആയിരിക്കും ഒരു കസ്റ്റമറിന് വേണ്ടത്. ആ മ്യൂസിക് സിസ്റ്റത്തിന് വേണ്ടി നെക്സ്റ്റ് ഒരു വേരിയന്റിലേക്ക് പോകാനായിട്ട് 80,000 ഷെൽ ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ടു മച്ച്. പക്ഷേ ഇപ്പം ഹ്യുണ്ടൈയുടെ ആ ഒരു പ്രൈസിങ് വളരെ ഇന്റലിജന്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു പ്രീമിയം ഹാച്ച് ബാക്കിന്റെ പ്രൈസിൽ ഒരു മൈക്രോ SUV സ്വന്തമാക്കാം എക്സ്റ്ററിലൂടെ. എക്സ്റ്റർ എടുക്കാൻ പറ്റിയ സമയം ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണെന്ന് ഞാൻ പറയുള്ളൂ. കാര്യം ഇപ്പോൾ ഹ്യുണ്ടൈക്ക് ഒരുപാട് മോൺസൂൺ ഓഫേഴ്സ് ഉണ്ട്. ഡയറക്ട്ലി കോണ്ടാക്ട് ദ ഡീലർ. അപ്പൊ ഈ എക്സ്റ്ററിനെ പറ്റിയുള്ള റിവ്യൂ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ സ്റ്റേ ട്യൂൺ. ഹാപ്പി മോട്ടറിംഗ്.